ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് ചെറിയൊരു ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ പലരും മുതിർന്നവരാവട്ടെ കുട്ടികളാവട്ടെ പാവയ്ക്ക കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ പാവയ്ക്കയുടെ മുകളിലുള്ള ഈ ഒരു കുരുപ്പ് അതെല്ലാം കൂടി ചെത്തിക്കളഞ്ഞിട്ട് ഇതുപോലെ വട്ടം വട്ടം വെട്ടിയിടണം. അത് കഴിഞ്ഞതിന് ശേഷം അതും നൈസായിട്ട് വെട്ടിയിടണം, കുറച്ച് കട്ടി മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാം. അരിപ്പൊടി ഇട്ട് മിക്സ് ആക്കാം. കുറച്ച് ഇട്ടാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ അത് അവർക്ക് നല്ല രീതിയിൽ കഴിക്കും. ഈ ഒരു കുരുപ്പ് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഈ കുറച്ച് കയ്പ്പ്, പാവയ്ക്കയുടെ കുറച്ച് കയ്പ്പൊക്കെ അങ്ങ് പോവും. നമ്മളിതുപോലെ ഇങ്ങനെയൊക്കെ കുരുപ്പെടുത്തിട്ട് ഇതുപോലെ വട്ടം വട്ടം വെട്ടിയെടുത്ത് ഇതുപോലെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി, വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മാത്രം മതി. ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ വറുക്കത്തുള്ളൂ. വറുത്തെടുത്തിട്ട് ഫോട്ടോ പിന്നെ ഇടാം. ടാറ്റാ.